സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് താലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ എന്തോ ആകട്ടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ പരമാവധി അതിന് മറുപടി നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റിന് തൊട്ട് താഴെ ടെക്സ്റ്റ് രൂപത്തിൽ അതിന് മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. എല്ലാ കമൻറ്റിനും മറുപടി നൽകുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നഷ്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രേഡേഴ്സിന് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഞാനുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ എന്നെയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ, നഷ്ടം വന്നിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരിൽ നിന്നും ഞാൻ കണ്ടെടുത്ത കുറേ ആശയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത കുറേ ആശയങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് റിലവൻ്റ് അല്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ടേക്കാം. ദയവായിട്ട് ക്ഷമിക്കുക. അത് മറ്റൊരാൾക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ഈ അടുത്തായി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം, എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ട്രേഡിംഗ് സൈക്കോളജി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് കറക്റ്റ് ആവാത്ത ഒരു കുഴപ്പം. അതിനകത്ത് ട്രേഡിംഗ് മൈൻഡ് സെറ്റ് കറക്റ്റ് ആകാത്ത പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഓവർ ട്രേഡിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ്. സോ അതെങ്ങനെയാണ് ഒഴിവാക്കുക എന്നൊരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ട്രേഡിങ്ങിൽ നഷ്ടപ്പെട്ട തുക എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതിൻ്റെ 4ാം ഭാഗമാണ്. ഇതുവരെയും ഇതിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവർ മുകളിൽ ഇതിൻ്റെ ഐ ബട്ടണിൽ ലിങ്ക് കിട്ടും, അത് ഒന്ന് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോ ഉള്ള പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് റിക്കവറി പ്രോഗ്രാം എന്ന രീതിയിൽ ഒരു പ്ലേലിസ്റ്റ് കാണാം. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തുടർന്ന് കണ്ടാൽ മതി. ഒരു ബാധ്യതയായിട്ട് ആരും തന്നെ ഈ വീഡിയോ മുന്നോട്ട് കണ്ടുപോകരുത്. നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുക. അതിനനുസരിച്ച് നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചായിരിക്കണം അഭിപ്രായം പറയുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് നാട്ടുകാർക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആരെയും ഇവിടെ ക്ഷണിക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ 4ാമത്തെ ഭാഗമാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സാണ് വിജയവും പരാജയവും എല്ലാം തീരുമാനിക്കുന്നത്. രക്ഷയും ശിക്ഷയും വിധിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. മനസ്സിനെ നിയന്ത്രിക്കണം. ഇത് നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കേൾക്കുന്ന ഒരു വാചകമായിരിക്കും. പക്ഷേ എങ്ങനെയാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുക? മനസ്സിന് പ്രത്യേകിച്ച് ഒരു സ്വിച്ചോ അല്ലെങ്കിൽ ഒരു നോബൊന്നുമില്ല തിരിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല, നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മുടെ മനസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ, ആ മനസ്സ് പറയുന്നതനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ പലപ്പോഴും നമുക്ക് ഇതിനെ രണ്ടിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട് അല്ലേ? അതായത് ശരിയും തെറ്റും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും, നല്ലതും മോശവും എന്ന രീതിയിൽ വേർതിരിച്ചറിയാൻ പറ്റും, രുചികൾ വേർതിരിച്ചറിയാൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെ ചിന്തകളെ നമുക്ക് അതായത് വേണ്ടതും വേണ്ടാത്തതും തരംതിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മനസ്സിനെ നമ്മൾ രണ്ടായി വീതിച്ചെടുത്തിട്ട് അതിൽ ഒരു ഭാഗത്ത് ഒരാളുണ്ടാവും, മറ്റേ ഭാഗത്ത് മറ്റേ ആളുണ്ടാവും. ഒരു ഭാഗത്ത് തെറ്റാണെങ്കിൽ ഒരു ഭാഗത്ത് ശരിയായിരിക്കും. അവർ തമ്മിൽ സംവദിക്കുമ്പോൾ അതിൽ നിന്നും ആരാണ് ശരി എന്നത് നമുക്ക് മനസ്സിലാവും അല്ലേ? അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ സംഭവിച്ചു പോകുന്നത്, നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം കൊണ്ടുപോയി ചെയ്യുന്നൊന്നുമല്ല. അതേപോലെ തന്നെയാണ് ഇവിടെ ട്രേഡിങ്ങിലും. നമുക്ക് പക്ഷേ മനസ്സിനോട് പറഞ്ഞിട്ട് നിർത്താൻ പറ്റില്ല. കാരണം മനസ്സ് ചിന്തിക്കുമ്പോഴത്തേനും ശരീരം പ്രവർത്തിച്ചിട്ടുണ്ടാവും, അപ്പോഴത്തേനും നമ്മുടെ കീശയിൽ നിന്ന് കാശ് പോയിട്ടുണ്ടാവും. ഇതിനകത്ത് മെയിൻ സംഭവം മനസ്സിന് പറ്റുന്ന പല അബദ്ധങ്ങൾക്കും ശിക്ഷ ഏൽക്കേണ്ടി വരുന്നത് നമ്മുടെ കീശയാണ്, പൈസയാണ് പോകുന്നത് ട്രേഡിങ്ങിൽ. ഇത് പണ്ടൊരു കവിത വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. നാവ് ചെയ്യുന്ന പല പോക്രിത്തരങ്ങൾക്കും ശിക്ഷ ഏൽക്കുന്നത് പല്ലിനാണ് എന്നുള്ളത്. നാവ് കൊണ്ട് വല്ലതും വിളിച്ചു പറഞ്ഞാൽ അടി കിട്ടുന്നത് മുഖത്തായിരിക്കും, പല്ല് പൊഴിഞ്ഞങ്ങ് പോവും. 8ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിച്ചൊരു കവിതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ. മനസ്സ് നമ്മളുടെ നിയന്ത്രണത്തിൽ നിന്ന് പോകുമ്പോൾ നഷ്ടം സഹിക്കേണ്ടി വരുന്നത് കീശക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? അല്ലെങ്കിൽ ഒരു സിമ്പിൾ ട്രിക്കാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞായിട്ട്, നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് തയ്യാറാകണം. അല്ലാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കണ്ടുപോവുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ടൊരു സ്റ്റെപ്പ് പറയുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, രാവിലെ 5 മണിക്ക് എണീക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മണിക്ക് എണീക്കാൻ സാധിക്കും. വീട്ടിൽ 25 അലാറം നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ 25 പേരെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയാൽ പോലും ആ ഉറക്കത്തിൽ നിന്നും എണീക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എണീക്കില്ല. സോ ഇവിടെ ഒരൊറ്റ കാര്യം വേണ്ടത്, നിങ്ങൾ ട്രേഡറായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു
മൈൻഡ് സെറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എന്ന ഒരവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മാത്രമാണ് പരിശ്രമിക്കേണ്ടത്. വേറെ ഈ നാട്ടിൽ ആരും തന്നെ പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ മാത്രമേ പരിശ്രമിച്ചിട്ട് കാര്യമുള്ളൂ. പിന്നെ ഞാനടക്കം പറഞ്ഞു തരാൻ 100 പേരുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ മുന്നിട്ടിറങ്ങാതെ ഒരു കാര്യവും ഇവിടെ ഈ ട്രേഡിങ്ങിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഇവിടെ ഒരു സംഭവം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറയുന്നത് കുറേ കാര്യങ്ങളാണ്, കുറേ വർക്കൗട്ട് പ്ലാൻസ് ആണ്. അത് നിങ്ങൾ കേട്ടിട്ട് അതൊന്നും ചെയ്യാതെ പോയി ട്രേഡ് ചെയ്ത് നാളെയും ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഇത്രയും നേരം മെനക്കെട്ടതുകൊണ്ട് ഒരു കാര്യമില്ലാതായി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന്, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഇതുമായിട്ട് ഈ വീഡിയോയുടെ മുന്നോട്ടുള്ള ഭാഗം കാണുക. അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിപ്പോയിക്കോളൂ. കാരണം വെറുതെ നിങ്ങളുടെ സമയം കൂടി അതിനുവേണ്ടി കളയണ്ട എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ട്രേഡിങ്ങിൽ നിന്ന്. നിങ്ങൾ കുറേ കാലമായിട്ട് ട്രേഡ് ചെയ്യുന്നത്, കുറേ കാശൊക്കെ പോയിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട്, ഇവിടെയും നിങ്ങൾ ആത്മാർത്ഥത കാണിക്കണം നിങ്ങളോട് തന്നെ. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ട്രേഡിങ്ങിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പണമാണോ? അതോ എപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരിതാണ്? അതായത് സിമ്പിളായിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കിതിലൊരു അഡിക്ഷൻ ഉണ്ടോ? സിഗരറ്റ് വലിക്കുന്ന പോലെ, മദ്യപിക്കുന്നത് പോലെ ഉള്ള ഒരു അഡിക്ഷൻ ഇതിലുണ്ടോ? രാവിലെ 9 മണിയാകുമ്പോൾ ടെർമിനൽ തുറന്ന് എങ്ങനെയും കാശില്ലെങ്കിലും ക്യാപിറ്റൽ ഇല്ലെങ്കിലും ഇത് തുറന്നിട്ട് എങ്ങനെയും ഒന്ന് കാണണം, എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയണം എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? കാശില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഔട്ടിങ്ങിന്, പരിപാടിക്ക് പോകാൻ, അല്ലെങ്കിൽ വെഡ്ഡിങ്ങിന് പോകാനൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? നിങ്ങൾ അവിടെ പോയാലും മൊബൈലെടുത്ത് മണി കൺട്രോളും investing.com ഒക്കെ വായിക്കുകയാണോ ചെയ്യാറുള്ളത്? ഒരു സിനിമക്ക് പോയി കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂ കിട്ടുമ്പോൾ നിങ്ങൾ മൊബൈലെടുത്ത് നോക്കി നാളെ എന്താണ് ട്രേഡ് എന്ന് ആലോചിക്കാറുണ്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡിക്ഷനാണ്. നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല. അഡിക്ഷൻ ഉണ്ടെങ്കിൽ എത്ര കാശില്ലാത്തവർ, അതായത് മദ്യപിച്ച് ശീലമുള്ളവരാണെങ്കിൽ ഒരേ സമയത്ത് മദ്യപിക്കേണ്ട സമയമാകുമ്പോൾ അവർ പലരോടും കാശ് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടും കട്ടിട്ടും ഒക്കെ കൊണ്ടുപോയിട്ട് മദ്യപിച്ചിട്ട് വരികയാണ് ചെയ്യുക. അതേപോലെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അപ്പോൾ അഡിക്ഷനാണോ അതോ നിങ്ങൾക്കിതൊരു സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് ആണോ, അതായത് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണോ എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഒരു പലചരക്ക് കടക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സത്യം പറഞ്ഞാൽ ആ കടയിൽ പോകാനും അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാനൊന്നും വലിയൊരു ഇതുണ്ടാവില്ല. അയാൾ പറയും എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, ഒരു ഫംഗ്ഷന് പോകാൻ പറ്റുന്നില്ല, രാവിലെ 7 മണിക്ക് തുറന്നാൽ വൈകുന്നേരം 7 മണി വരെ ഇവിടെ ഇരിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എങ്ങനെയായാലും വേറൊരു വരുമാന മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് അയാൾ പറയും. പക്ഷേ ട്രേഡറിനോട് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോൾ വേണേലും അയാൾ ടെർമിനലിൻ്റെ മുന്നിൽ എണീറ്റ് പോകാം, പക്ഷേ അയാൾ പോവില്ല. അയാൾക്ക് എപ്പോൾ ആരുടെ കൂടെ വേണമെങ്കിൽ ടൂർ പോകാം, എപ്പോൾ വേണമെങ്കിലും ട്രേഡിങ് അവസാനിപ്പിക്കാം, പക്ഷേ അയാൾ ജീവനുണ്ടെങ്കിൽ അതൊന്നും ചെയ്യില്ല. അയാൾക്ക് അവിടെ അഡിക്ഷനാണ് പ്രശ്നം. അപ്പോൾ അഡിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അതിന് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം ടെർമിനൽ തുറക്കാതിരിക്കാൻ നിങ്ങൾ തീരുമാനിക്കണം. പക്ഷേ അഡിക്ഷനുള്ള ഒരാൾ എന്ത് തന്നെ തീരുമാനിച്ചിട്ടും കാര്യമില്ല, ആ സമയമാകുമ്പോൾ നിങ്ങൾ പോയി തുറന്നിരിക്കും. സോ അതിനെന്താണോ വേണ്ടത്, എന്താണോ ട്രീറ്റ്മെൻറ്റ്, ഞാൻ ഇതുമായിട്ട് സൈക്കോളജി പഠിച്ച ആളൊന്നുമല്ല. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്താണോ അതുമായിട്ട് വേണ്ടത് അത് ചെയ്തുകൊള്ളുക. അല്ലാതെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യിക്കാനും സാധിക്കില്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് കേട്ട് പോവുക. ഇതിൽ അഡിക്ഷൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തഡാണ്. എല്ലാ ദിവസവും മാർക്കറ്റിൽ വരിക, ഒരു കോയിൻ്റെ ഇപ്പം കോയിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾ നോ എന്നെഴുതി വെക്കുക, ഒരു ഭാഗത്ത് യെസ് എന്ന് എഴുതുക, ടോസ് ചെയ്യുക. മാർക്കറ്റ് തുറക്കുന്ന നല്ല മൂവ്മെൻ്റ് ഉള്ള സമയത്ത് തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ ടോസ് ചെയ്യുന്നത്. അവിടെ നോ എന്നാണ് നിങ്ങൾക്ക് ടോസ് കിട്ടുന്നതെങ്കിൽ അന്ന് ട്രേഡ് ചെയ്യാതെ എണീറ്റ് പോകാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഭയങ്കരമായിട്ട് വിഷമമില്ല, അതവിടെ നിൽക്കട്ടെ, ഒരു ട്രേഡ് നോക്കിയിട്ട് ഇനി അങ്ങോട്ട് പോകാമെന്നൊക്കെ നിങ്ങളുടെ മനസ്സ്, അതായത് മനസ്സിലെ രണ്ടാമത്തെ ആൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ട്, നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ നിങ്ങൾക്ക് കാശ് മാത്രമല്ല നിങ്ങൾ കളയുക, നിങ്ങളുടെ കുടുംബവും മൊത്തം ജീവിതം തന്നെ ഇല്ലാതാക്കി കളയും. സോ അത് പ്രത്യേകം ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ട്. ഡ്രൈ ഡേ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, മാസത്തിൽ ഒരു ദിവസം നമ്മൾ ഗവൺമെൻറ് ലിക്കർ സെല്ല് ചെയ്യാതിരിക്കുന്ന ഒരു ദിവസത്തെയാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നതെങ്കിൽ ട്രേഡിങ്ങിലും നിങ്ങളൊരു ഡ്രൈ ഡേ ആചരിച്ച് നോക്കുക. എങ്ങനെ കിട്ടുമോ അത് പ്രാക്ടിക്കലി
സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരു ട്രേഡ്, ഒരു 1-2 ട്രേഡ് ചെയ്തിട്ട് ഒന്ന് ടോസ് ചെയ്യുക. ഇനി അടുത്തത് നോ എന്നാണ് വരുന്നതെങ്കിൽ മൂന്നാമത്തെ ട്രേഡ്, ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും മൂന്നാമത്തെ ട്രേഡ് ചെയ്യാതെ എണീറ്റ് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് വരണം. പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ലേ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകല്ല വേണ്ടത്. മനസ്സിനവിടെ പാകപ്പെടുത്തണം ആ ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഞാൻ വീണ്ടും പറയുന്നു, പ്രസംഗിക്കാൻ 100 പേരുണ്ടാവും, പക്ഷെ പ്രവർത്തിക്കാൻ നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ. സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക. മികച്ച അവസരങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കും. ഇപ്പോൾ എന്താ പറയുക, ഒരു തേഴ്സ്ഡേ ആണ് നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്ന, ഒന്ന് പുറത്ത് പോകണം, ഒരു സിമ്പിളായിട്ടുള്ള ഒരു കറണ്ട് ബില്ലൊന്ന് അടച്ചിട്ട് വരുമെന്നൊരാൾ, അല്ലെങ്കിൽ റേഷൻ കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വരുമെന്നൊരാൾ ചോദിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ അവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങളുടെ ഈ ട്രേഡ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അവിടെ നോക്കേണ്ടത്. കാരണം പ്രയോറിറ്റി, ലൈഫിൽ പ്രയോറിറ്റി പേഴ്സണൽ ബന്ധങ്ങൾക്കാണോ അല്ല ട്രേഡിങ്ങിനാണോ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന ഒരു മികച്ച ബാലൻസ് നിങ്ങൾക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റും. സോ വ്യക്തിബന്ധങ്ങൾക്കായിരിക്കണം എപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്ന് വെച്ച് ട്രേഡിങ് ഒഴിവാക്കി ജോലി ഒഴിവാക്കി പോകണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്ങനെ, ആരൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ പോലും അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പോയിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ട്രേഡിങ് ഒരു പാഷനാണോ അഡിക്ഷനാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, വേറെ ആരോടും പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അഡിക്ഷൻ ആണെങ്കിൽ ഓക്കെ, എനിക്ക് അഡിക്ഷൻ ഉണ്ട്, അത് മാറ്റണം എന്ന് തീരുമാനിക്കുക. അല്ല പാഷൻ ആണെങ്കിൽ ഓക്കെ, എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ഉറപ്പിക്കുക. പക്ഷേ അഡിക്ഷൻ ഉള്ളവരും ഉള്ളിൽ തീരുമാനിക്കുക എനിക്കിതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. റംസാൻ സമയത്ത് ഫാസ്റ്റിങ്ങിൻ്റെ ഇതിൽ ഒന്നും കുഴപ്പമില്ല, ഞാൻ ഫാസ്റ്റിങ് നോമ്പെടുത്തോളാന്ന് കുട്ടികൾ പറയുന്ന പോലെ ഉച്ചയാകുമ്പോഴത്തേന് അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുക. കാരണം എനിക്കിതൊക്കെ പാഷനാണ്, പക്ഷേ ട്രേഡിംഗ് ടൈം തുറന്നിട്ട് ഇന്ന് ട്രേഡ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചാലും ഒരുതരം വിറയലാണ്. ഒന്ന് നോക്കാം എങ്ങനെ കയറിയിട്ട് എന്താണ് നിഫ്റ്റിയുടെ അവസ്ഥ എന്നുള്ളത്, അങ്ങനെ ഒരു തോന്നൽ മനസ്സിലേക്ക് വരും. ഭയങ്കര അത് ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, പണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളൊരു കാര്യമാണ് നോക്കേണ്ടത്, നിങ്ങൾക്ക് മാസം എത്ര രൂപ ഇതിൽ നിന്ന് കിട്ടണം, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, നിങ്ങൾക്ക് മന്ത്ലി എത്ര രൂപ കിട്ടണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെത്തുക. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ 10,000 രൂപയുള്ളൂ, എനിക്കൊരു 5 ലക്ഷം രൂപ മാസം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. കാരണം അത് ലോട്ടറിയൊക്കെ അടിക്കണം. എൻ്റെ കയ്യിൽ 10,000 രൂപയ്ക്ക് ഞാൻ ലോട്ടറി എടുത്താൽ ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 5 ലക്ഷം രൂപ കിട്ടിയത്. ട്രേഡിങ്ങിലൂടെ അല്ലെങ്കിൽ കച്ചവടത്തിലൂടെ മറ്റ് ബിസിനസ്സിലൂടെ ഇത്രയും വലിയൊരു റിട്ടേൺ നേടിയെടുക്കാൻ സാധിക്കില്ല. ഒരു വർഷത്തിൽ നമുക്ക് ബാങ്കിൽ FD ഇട്ടാൽ എത്ര കിട്ടുക? 6%, 7%. നല്ല പരിചയമുള്ള സഹകരണ മേഖലയൊക്കെയാണ് ഒരു 9-9.5% കിട്ടിയേക്കാം. അതും കുറച്ച് കഷ്ടപ്പാടുള്ള സഹകരണ ബാങ്കൊക്കെ ആണെങ്കിൽ അവർ പറയുമൊക്കെ 10% ഞങ്ങൾ തരാമെന്നുള്ളത്. അതല്ലെങ്കിൽ ഈ 6, 7, 3.5 ഇപ്പം ഇതിനകത്ത് എന്താണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓൾമോസ്റ്റ് ഇതേ രീതിയിൽ തന്നെയാണ് ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നത് അല്ലേ. പക്ഷെ ട്രേഡ് ചെയ്യുമ്പം അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ക്യാപിറ്റലിൻ്റെ ഒരു 10% നിങ്ങൾക്ക് ഒരു മാസത്തിൽ നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വൻ വിജയമാണ്, സൂപ്പറാണ് എന്ന് തന്നെ പറയാം. ക്യാപിറ്റലിൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ക്യാപിറ്റൽ ഡബിൾ ചെയ്യാനാണ് പോകുന്നത്, ഡബിളിൽ കൂടുതലാക്കാനാണ് പോകുന്നത്. ലോകത്ത് എവിടെയും കേൾവിയില്ലാത്ത അത്രയും വലിയൊരു ഗ്രോത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് പക്ഷേ മാസത്തിൽ 10% നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, നിങ്ങൾ നല്ല ട്രേഡറാണ്. ഈവൻ 5% ആണെങ്കിലും ഒരു കുഴപ്പമില്ല, വളരെ നല്ല ഒരിതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹം, അതായത് പ്രാക്ടിക്കലി ഇമ്പോസിബിളായ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലി പോസിബിളായ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മൈൽ സ്റ്റോൺ ആയിരിക്കണം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുന്നത്. എന്ന് വെച്ച് വളരെ ഈസി അച്ചീവ് ചെയ്യുന്ന ഒരു ടാർഗറ്റും കൂടി നിങ്ങൾ സെറ്റ് ചെയ്യരുത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് ആയിരിക്കണം വയ്ക്കുന്നത്. 10,000 രൂപ വെച്ചിട്ട് 5 ലക്ഷം രൂപ കിട്ടണം എന്നൊന്നും ചിന്തിച്ചാൽ നടക്കില്ല. 10,000 രൂപയുള്ള ഒരാൾ മാസത്തിൽ എനിക്ക് 1,000 രൂപ ബാലൻസ് ഇതിൽ നിന്ന് കിട്ടണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പോസിബിളാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ് എന്ന് പറയുന്നത്. സോ അത് ഞാൻ പറയുന്നതിൻ്റെ അതേ സെൻസിൽ തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഇടയിലൂടെ സഞ്ചരിച്ച് ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു. കൂടുതൽ അതിനെ വളച്ചൊടിച്ച് ഒരു നെഗറ്റീവ് സെൻസിലേക്ക് അതിനെ കൊണ്ടുപോകരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് മാസം നമ്മുടെ കയ്യിലുള്ളത് ഒരു 2 ലക്ഷം രൂപയാണ്. മാസം എനിക്കൊരു 20,000 രൂപ കിട്ടണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ 20,000 രൂപ കിട്ടണമെങ്കിൽ എത്ര ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടാവും നമുക്കൊരു മാസത്തിൽ?
20 ട്രേഡിംഗ് ഡേയ്സ് കിട്ടും അല്ലേ. 20 ട്രേഡിംഗ് ഡേയ്സിൽ എല്ലാ ദിവസവും നമുക്ക് സക്സസ് ആവാൻ പറ്റുമോ? പറ്റില്ല. ഒരു 15 ദിവസമൊക്കെ കിട്ടുമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഇന്ന് ഒരു ദിവസം എത്ര രൂപ കിട്ടണം എന്ന് ആലോചിക്കുമ്പോൾ ഇന്നലെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ കാശും കൂടെ ഇതിൻ്റെ കൂടെ ഈ കണക്കിലേക്ക് ചേർക്കണം, ഈ ഒരു മാസത്തെ കണക്കിലേക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 15 ദിവസം ചിലപ്പോൾ വിജയിക്കാൻ സാധിച്ചേക്കാം. 5 ദിവസം നഷ്ടം വരും. ബാക്കി ദിവസങ്ങളോ അവധിയാണ്, മാസം തീർന്നു അല്ലേ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിനിടയിൽ ഒരു ദിവസം പനി പിടിച്ച് കിടന്നാൽ അതും കൂടി നമ്മളുടെ ദിവസങ്ങൾ, വിജയിക്കുന്ന ദിവസങ്ങളിൽ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ 15 ദിവസം നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ വെച്ചിട്ട് 20,000 രൂപ കിട്ടണമെങ്കിൽ 20,000 രൂപയെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 1,500 രൂപയാണ് ഒരു ദിവസത്തേക്ക്. 20,000 രൂപ ഇത് ചെയ്യണമെങ്കിൽ ഒരു ദിവസത്തേക്ക് 1,500 രൂപയാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്. ബാക്കി 5 ദിവസം നമുക്ക് 1,000 രൂപ വെച്ച് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1,500 രൂപ വെച്ച് 15 ദിവസം ട്രേഡിങ്ങിൽ വിജയിച്ചാൽ 22,500 രൂപയാണ് കിട്ടുക. അതിൽ നിന്ന് 5 ദിവസത്തെ 5,000 രൂപ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 17,500 രൂപയുള്ളൂ. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1,500 രൂപ എന്നുള്ളത് ഒരു 1,800 ഒക്കെ ആക്കി വയ്ക്കുക, അല്ലെങ്കിൽ 2,000 രൂപയാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 15 ദിവസം കൊണ്ട് ഒരു 30,000 രൂപ അടുപ്പിച്ച് കിട്ടിയേക്കാം. അതിൽ നിന്ന് 5,000 രൂപ പോയാലും ബാക്കി 25,000 രൂപ നമുക്ക് ഉണ്ടാവും ഇൻ കേസ് നമ്മളൊരു ദിവസം ലീവായി പോയി കഴിഞ്ഞാൽ. അതായത് മാസത്തെ തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ലോസ് ആണെങ്കിൽ ലിമിറ്റഡ് ലോസിൽ അവിടെ അവസാനിപ്പിച്ച് പോയേക്കണം. പക്ഷേ പ്രോഫിറ്റ് ആണെങ്കിൽ മാക്സിമം എടുക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ നെറ്റ് കട്ടായി പോയി, അല്ലെങ്കിൽ ഒന്നുമില്ല, കമ്പ്യൂട്ടർ ഓഫായി പോയി, അല്ലെങ്കിൽ മൊബൈൽ അനങ്ങുന്നില്ല, ഹാങ് ആയി, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഹാങ് ആയിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം പോകും. അപ്പം പിന്നീടത്തേക്ക് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റില്ല. സോ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ കൂടുതൽ വിജയവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട്, എന്ന് വെച്ച് കിട്ടിയ പ്രോഫിറ്റ് കളയാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. അപ്പോൾ നമ്മൾ മാസത്തെ ദിവസങ്ങൾ, വിജയിക്കുന്ന ദിവസങ്ങൾ ഒരു 15 പ്ലാൻ ചെയ്യും. 15 എന്ന ഹയർ സൈഡിലാണ് കേട്ടോ. നോർമലി പറയാറുള്ളത് 10 10 ദിവസം വിജയിക്കും, 10 ദിവസം പരാജയപ്പെടും എന്ന രീതിയിലാണ് സാധാരണ പറയാൻ. എന്നാലും ഇവിടെ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 15 ദിവസത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മാസത്തെ തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റലിൻ്റെ ഇത് ഞാൻ പറയുന്നത് ഞാൻ ആ പോയിന്റിലേക്ക് എത്തുന്നതാണ്. അതായത് ഈ മനസ്സിനെ നിയന്ത്രിച്ച് ഓവർ ട്രേഡിൻ്റെ ആ ഒരു ഇതിലേക്കാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലാഗിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ട് പോകുക. അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്, അല്ലാതെ ഡൈവേർട്ട് ആയിട്ടില്ല. ക്യാപിറ്റലിൻ്റെ പകുതിയോ കാൽഭാഗം മാത്രമാണ് നിങ്ങൾ ട്രേഡിന് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ 2 ലക്ഷം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ലക്ഷം മാത്രം ഉപയോഗിക്കുക, ബാക്കി 1 ലക്ഷം മാറ്റി വയ്ക്കുക. സ്റ്റോക്കിലോ ETF-ലോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടൊക്കെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയാണ് നമ്മുടെ പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചു. ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു മാസം എനിക്ക് ഇത്ര രൂപ ഉണ്ടാക്കിയെടുക്കണം. അതായത് 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, എനിക്കൊരു മാസം 20,000 രൂപ ഉണ്ടാക്കണം എന്ന് ആദ്യം എഴുതി, അതിന് ഇത്ര ട്രേഡിംഗ് ഡേയ്സിൽ എനിക്ക് വിജയിക്കണം. അതായത് 15 ട്രേഡിംഗ് ഡേയ്സ് സക്സസ്ഫുൾ ആണോ, 5 ദിവസം ഫെയിലിയർ ആയാലും കുഴപ്പമില്ല, ഒരു ദിവസം 2,000 രൂപ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ ബുക്കിൻ്റെ ആദ്യത്തെ പേജിൽ അങ്ങോട്ട് എഴുതി, വലിയ ഇതിൽ എഴുതി വെച്ചു. എന്നിട്ട് പിന്നെന്താണ് ചെയ്യുന്നത്? അത് എഴുതി വെച്ചു. പിന്നെ പെട്ടെന്ന് ഞാൻ ഒരു ട്രേഡിങ്ങിൻ്റെ ഇടയിലൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണ്, ഓക്കെ അവിടെ ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിഫ്റ്റിയിൽ ഭയങ്കര മൂവ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അവിടെ പോയിട്ട് ഒന്ന് തോണ്ടി നോക്കാം എന്ന് തോന്നുന്ന ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അതിനെന്താണ് ആ പ്രോപ്പർ വാക്ക് എന്ന് എനിക്കറിയില്ല, വളരെ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് തോന്നുന്ന ആ ഒരു കാര്യങ്ങൾ അത് ഒഴിവാക്കണം കംപ്ലീറ്റ്ലി. അത് എഴുതി വെച്ചത് എന്താണോ അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യം ചെയ്യരുത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എഴുതി വെച്ചിരിക്കണം. എഴുതി വെച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലല്ല എഴുതേണ്ടത്, ചെയ്യാൻ പോകുന്നതിൻ്റെ മുൻപേ ആണ് എഴുതേണ്ടത്. എഴുതി വെച്ചത് മാത്രമേ ചെയ്യാവൂ. ചെയ്യാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി എഴുതി വെച്ചിരിക്കണം. ഇടയിലുള്ള തീരുമാനങ്ങളും എഴുതലും എല്ലാം ഒഴിവാക്കണം. ഇപ്പം തന്നെ ഒരുവിധം കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയി അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ഓവർ ട്രേഡിംഗ് ആണ്. ഏറ്റവും എന്താ പറയുക പ്രശ്നമുണ്ടാവും ഒരു ട്രേഡറിനെ സംബന്ധിച്ചിട്ടുള്ള അയാളുടെ കരിയറിന് ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് ഈ ഓവർ ട്രേഡ്. വാഷ് ഔട്ട് ആകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഓവർ ട്രേഡ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത്, ഓക്കെ ഞാൻ ഇത്ര ട്രേഡാണ് ചെയ്യാൻ പോകുന്നത്, ഇത്ര രൂപ വെച്ചാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത്ര രൂപ വെച്ചാണ് നഷ്ടം ഞാൻ സ്വീകരിക്കാൻ പോകുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്. ഇടയിൽ വേറെ അഡീഷണൽ എഴുതാനുണ്ടെങ്കിൽ ട്രേഡ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം എഴുതി വെച്ചിട്ട് അതിനനുസരിച്ച് ആ ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ ഞാൻ പോവുള്ളൂ എന്നത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ വീണ്ടും ഓർപ്പിപ്പിക്കുന്നു, പ്രസംഗിക്കാൻ 100 പേരുണ്ടാവും, പക്ഷേ
പ്രവർത്തിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ തീരുമാനിച്ചിട്ട് മാത്രം ഇതുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഓവർ ട്രേഡ് എന്നുള്ള ക്യാൻസറിനെ നിങ്ങൾ മാറ്റി നിർത്തണം. വാഷ് ഔട്ട് ആകരുത്. എല്ലാം എന്താണ് ഇന്ന് ചെയ്യേണ്ടത്, നിങ്ങളുടെ ട്രേഡിംഗ് ഡെസ്കിൽ എത്തുമ്പോൾ അവിടെ നോട്ട് റെഡിയാക്കി വെച്ചിരിക്കണം. ഇന്ന് ഇങ്ങനെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്ന സംഭവങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ട്രേഡ്, എത്ര ട്രേഡ് ഞാൻ ഇന്ന് ചെയ്യും എന്നുള്ളത് മുൻകൂട്ടി രാവിലെ തന്നെ ഞാൻ നോർമലി പറയുന്നത്, ഏറ്റവും കൂടിപ്പോയാൽ നിങ്ങൾ 3 ട്രേഡുകൾ എടുക്കുക, 3 എണ്ണത്തിൽ അവസാനിപ്പിക്കുക, അതിൽ കൂടുതൽ ചെയ്യരുത് എന്നതാണ് എൻ്റെ ഒരു സജഷൻ. നിങ്ങൾക്ക് തീരുമാനിക്കാം. 10 ട്രേഡ് ആണെങ്കിൽ ഓക്കെ, 10 ട്രേഡ് തീരുമാനിക്കുക. 10 ട്രേഡ് തീരുമാനിച്ചിട്ട് 10 എണ്ണത്തിൽ നിങ്ങളുടെ ട്രേഡ് അവസാനിപ്പിക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 10 എത്രയാണോ ട്രേഡ് നിങ്ങൾ രാവിലെ എഴുതി വയ്ക്കുന്ന ആ ട്രേഡുകൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രേഡ് അവസാനിപ്പിക്കണം. ഇത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ചെയ്യാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി എഴുതി വെച്ചിരിക്കണം. വെച്ച കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലോർത്ത് നോക്കുക. ഒരു പേപ്പർ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിപ്പുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇന്ന സ്ട്രൈക്ക് ഇത്ര രൂപയിൽ വാങ്ങിക്കുന്നു, അത് ഇന്നതാണ് അതിൻ്റെ എൻട്രി സ്ട്രാറ്റജി. EMA ക്രോസ് ഓവറാണ്, ഇന്ന ക്യാൻഡിൽ ക്രോസ് പ്രൈസ് കട്ട് ചെയ്യുമ്പോൾ ഞാനത് വാങ്ങിക്കുന്നു. ഓക്കെ, വാങ്ങിച്ചു, ഇത്ര രൂപ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു, ഇത്ര ടാർഗറ്റ് കിട്ടുമ്പോൾ ഞാൻ എക്സിറ്റ് ആവുന്നു. ടാർഗറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് കോസ്റ്റ് പ്രൈസിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ എക്സിറ്റ് ആവുന്നു. ഇതാണ് എൻ്റെ നോട്ട്ബുക്കിലുള്ളത്. ഞാൻ അതനുസരിച്ച് ട്രേഡ് പോകുന്നു. ആ ട്രേഡ് കഴിഞ്ഞു പിന്നെ ഞാൻ അടുത്ത പേജ് മറിച്ച് നോക്കുന്നു, അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഇരുന്നിട്ട് അടുത്ത ട്രേഡ് മൊത്തം അനലൈസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് അവിടെ എഴുതുന്നു. ഓക്കെ, 3 ട്രേഡുകളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. 3 ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസ്കിൽ 3 പേപ്പർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്ന്, നിങ്ങളുടെ ബുക്കിൽ ഇന്നത്തെ ഇത്ര പ്രോഫിറ്റ് എനിക്ക് മാസം വേണം എന്നൊക്കെയുള്ള ഉണ്ടായിരിക്കണം. 3 ട്രേഡിനായിട്ട് 3 പേപ്പർ മാത്രം വയ്ക്കുക. ആദ്യത്തെ ട്രേഡ് ഞാൻ എഴുതി. ആദ്യത്തെ ട്രേഡിൽ എന്താ പറയുക, ചില ആൾക്കാർക്ക് ട്രേഡ് എൻട്രി സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. വെറുതെ അതാ പോകുന്നു, ഓടിപ്പോകുന്നുണ്ട്, പച്ച ക്യാൻഡിൽ വന്നു, ഓക്കെ അപ്പം കയറി കോൾ വാങ്ങി, അതപ്പത്തേനും തിരിഞ്ഞ് ചോപ്പായി, അപ്പത്തേനും അത് പ്രോഫിറ്റ് ലോസ് ബുക്ക് ചെയ്തു. ചോപ്പാണല്ലോ, അപ്പം പുട്ടാണ് എടുക്കേണ്ടത്, പുട്ടിലോട്ട് ഓടിക്കയറി, അപ്പത്തേനും ക്യാൻഡിൽ കളർ മാറി ഗ്രീനായി. അപ്പോൾ ഇവർ നോക്കുന്നത് 1 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമൊക്കെ ആയിരിക്കും. അത് ഒരു 5 മിനിറ്റിനടുത്ത് 4-5 പ്രാവശ്യം റെഡും ഗ്രീനൊക്കെ ആയി മാറിപ്പോയി മുഴുവൻ കാശും അങ്ങ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. 3 ട്രേഡിനായിട്ട് നിങ്ങൾ 3 പേപ്പർ വെക്കുക. കൃത്യമായ ടൈം ഫ്രെയിമിൽ. എൻട്രി സെറ്റപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ കൃത്യമായ എൻട്രി സെറ്റപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ 3 ട്രേഡ് എഴുതാനായിട്ട് 3 പേപ്പറുകൾ നമ്മൾ ടേബിളിൽ റെഡിയാക്കി വെച്ചിരിക്കണം, പേനയും. 3 പേപ്പറിൽ എഴുതിയ 3 ട്രേഡുകൾ തീർന്നാൽ പണി നിർത്തിയിട്ട് പോകാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കണം. അത് പിന്നീട് വലിച്ചു കൊണ്ടുപോകരുത്. കാരണം പിന്നീട് 3 ട്രേഡ് എടുത്തു, 3 എണ്ണത്തിൽ ലോസ് അടിച്ചു, കാശ് പോയി, കുഴപ്പമില്ല, അവിടെ നിർത്തിയിട്ട് നമ്മൾ എണീറ്റ് പോയിരിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവർക്കും പറഞ്ഞു തരാനേ പറ്റുള്ളൂ, പ്രവർത്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതുപോലെ കൃത്യമായ എൻട്രീസ്, ഞാനത് ഓൾറെഡി പറഞ്ഞതാണ്, കൃത്യമായ എൻട്രി സെറ്റപ്പ് ഉണ്ടായിരിക്കണം. ഒരു എൻട്രി സെറ്റപ്പ് എത്താതെ നിങ്ങൾ ട്രേഡ് എടുക്കരുത്. അതായത് ഇപ്പോൾ EMA ക്രോസ് ഓവറിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ, EMA ക്രോസ് ഓവറിൽ 5 മിനിറ്റ് ക്യാൻഡിലിൽ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്താലാണ് അടുത്തത് എൻട്രി എടുക്കേണ്ടതെങ്കിൽ ആ എൻട്രി സെറ്റപ്പ് എത്തിയാൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ്, എൻട്രി സെറ്റപ്പ് വന്ന് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ട്രേഡ് എടുത്തു, എൻട്രി സെറ്റപ്പിൽ ഒരു എൻട്രി എടുത്തു, അതിൽ സ്റ്റോപ്പ് അടിച്ചപ്പോൾ ചാടിക്കയറി അവിടെ തന്നെ രണ്ടാമത്തെ ഒരു എൻട്രിയും കൂടെ കൊടുക്കും. അത് ചെയ്യരുത്. കാരണം ആദ്യത്തെ എൻട്രി നിങ്ങളുടെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന് EMA ക്രോസ് ഓവറിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇന്ന ക്യാൻഡിൽ അത് ഇത്ര ഹൈ വന്നു, 117 രൂപ ഹൈ വന്നു, അതിന് മുകളിലോട്ട് 117ൻ്റെ മുകളിൽ വന്നാൽ അടുത്ത എൻട്രി. അപ്പോൾ നമ്മൾ അടുത്ത എൻട്രി എടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ അത് തിരിച്ചിറങ്ങിപ്പോയിട്ട് ഒരു 80 രൂപയിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു. സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു എൻട്രിയുടെ പേപ്പർ തീർന്നു. 3 പേപ്പറാണുള്ളത്, ഒരു പേപ്പർ തീർന്നു. അടുത്തത് പോയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചാർട്ട് നോക്കിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയല്ല വേണ്ടത്. അടുത്ത ട്രേഡ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്നുകിൽ പ്രീവിയസ് പേപ്പറിൽ എഴുതിയത് നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാം, എഴുതിയിരിക്കണം രണ്ടാമത്തെ പേപ്പറിൽ നിർബന്ധമായിട്ട് രണ്ടാമത്തെ ട്രേഡ് എഴുതിയിരിക്കണം. അപ്പോൾ നിങ്ങൾ കരുതും, അയ്യോ ഇത് എൻട്രി പോവുകയല്ലേ, എനിക്ക് ഇത് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ എൻട്രി കിട്ടില്ലെന്ന്. എൻട്രി പോയാൽ ആ ഒരു ബസ് പോയാൽ വേറെ 2-3 ബസ് വരും, അതിൽ കയറി പോവാം. ഒന്നും ടെൻഷൻ ആവണ്ട. ഒരു എൻട്രി പോയാൽ 10 എൻട്രി നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. 1 പോയാൽ 10 വേറെ കിട്ടും. എൻട്രിക്കൊന്നും ഒരു കുഴപ്പമില്ല, എൻട്രി കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എൻട്രി വളരെ സമയമെടുത്ത് പതുക്കെ എഴുതിയെടുത്ത് അപ്പോൾ നിങ്ങൾ എന്തിക്കും, അയ്യോ നേരത്തെ എൻട്രി സെറ്റപ്പ് പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് വേറൊരു എൻട്രി സെറ്റപ്പ് എടുക്കുക. അവിടെ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങും, വേറെ എന്താണ്. കൃത്യമായ എൻട്രി സെറ്റപ്പ് ഉണ്ടായിരിക്കണം, ഇല്ലാതെ എൻട്രി എടുക്കുകയും ചെയ്യരുത്. എൻട്രി സെറ്റപ്പ് ആയിക്കഴിഞ്ഞാൽ അത് എഴുതി വയ്ക്കണം. ആ എഴുതി വെച്ചത് പ്രകാരം മാത്രമേ പോകാനും സാധിക്കുള്ളൂ.
ആ എഴുതി വെച്ചതിൽ ഇനിയിപ്പോൾ നമ്മൾ എഴുതി വെച്ചത് പ്രകാരം എൻട്രി എടുത്തു, പക്ഷെ നമുക്ക് എഗെയിൻസ്റ്റ് പോയാലും നമ്മുടെ എൻട്രി നമ്പർ ഓഫ് ട്രേഡ് എത്രയാണോ അത് എത്തിക്കഴിഞ്ഞാൽ എണീറ്റ് പോയേക്കണം കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഒരു ട്രാപ്പിലാണ് ഉള്ളത്. വളരെയധികം ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അധികം ട്രേഡ് കിട്ടില്ല. ഇത് നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു, അയാൾ പറഞ്ഞു, മറ്റേയാൾ പറഞ്ഞു, യൂട്യൂബർ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മനസ്സിനെ മെരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വിട്ട് കളയാം. നിങ്ങൾ നഷ്ടം വന്നാലും ലാഭം വന്നാലും അതൊക്കെ നിങ്ങളുടേത് മാത്രമാണ്. ഈ പ്രസംഗിക്കാനുള്ള അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് വള എന്ന് പറയുന്നത് ഞാനോ വേറെ ആരും തന്നെ നിങ്ങളുടെ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യുക, വേണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നു, കൃത്യമായ എൻട്രി പ്ലാൻ ചെയ്തിരിക്കണം. എത്ര എൻട്രി എടുക്കുന്നു എന്നത് പ്ലാൻ ചെയ്തിരിക്കണം. അതിന് 3 എൻട്രി ആണെങ്കിൽ 3 പേപ്പർ വെച്ചിരിക്കണം. ഓരോ എൻട്രി എടുക്കുന്നതിന് മുമ്പ് കൃത്യമായ എൻട്രി സെറ്റപ്പ് എഴുതിയിരിക്കണം. ആ എൻട്രി സെറ്റപ്പിലും എക്സിറ്റ്, അതിൽ സ്റ്റോപ്പ് ലോസ്, ബാക്കി എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കണം. അത് പ്രകാരം മാത്രം ആ ട്രേഡ് കൊണ്ടുപോവുക. ആ ട്രേഡ് നിങ്ങൾക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ട്രേഡിൻ്റെ സെറ്റപ്പ് നോക്കുക. അത് എൻട്രി സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് എഴുതി വെക്കുക. അതിലെഴുതിയത് പ്രകാരം മാത്രം മുന്നോട്ട് പോവുക. ഓൾ റൈറ്റ്. ഇപ്പോൾ തിരക്ക് പിടിക്കരുത്, വിലാതി വേണ്ട, വെപ്രാളം വേണ്ട, ഒന്നും തന്നെ വേണ്ട. കാരണം ഫോമോ, വെപ്രാളം, തിരക്ക് ഇതെല്ലാം അല്ലെങ്കിൽ എന്താ പറയുക ധൃതിയൊക്കെ കൂടി നിങ്ങൾക്ക് കാശ് കളയാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ. ഒരിക്കലും വെപ്രാളം പിടിച്ചതുകൊണ്ട് ഒരാൾക്കും പ്രോഫിറ്റ് കിട്ടിയതായിട്ട് ഈ ലോകത്ത് അറിയില്ല. അതുപോലെ തിരക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് എടുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഹിന്ദിക്കാരുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ ജോയിൻ ചെയ്താലുണ്ടാവും 100 രൂപയ്ക്ക് എൻട്രി, 105 രൂപ ആകുമ്പോഴാണ് അവർ 100 രൂപയുടെ എൻട്രി പറയുക. എടുത്തോ ഇതാ 100 വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 105 പോയി ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും അത് 110 ആവും. 110 പോയി എടുക്കുമ്പോഴത്തേനും അത് 80 ആയിട്ടുണ്ടാവും. സ്റ്റോപ്പ് ലോസ് അടിച്ചു. അയാൾ പിന്നെ കുറേ നേരത്തേക്ക് എവിടെയും കാണില്ല. പിന്നെ അയാൾക്ക് എന്തെങ്കിലും കാശിനാവശ്യം വരുമ്പോഴായിരിക്കും വിളിക്കുക. അതേപോലെയുള്ള വെപ്രാളവും തിരക്കും ധൃതിയും ഫോമോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് ഒരു എൻട്രി ഇങ്ങനെ ഗ്രീൻ ക്യാൻഡിൽ കയറിപ്പോവാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എൻട്രി സെറ്റപ്പ് ഒന്നും ഇല്ല. ആ ഗ്രീനിൽ പോയില്ല, ഇത് കയറണ്ട, ഇതിലെടുക്കണം അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയുണ്ടല്ലോ. അതിനാണ് ഈ ഫോമോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ കാശ് കളയാൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ. അതൊന്നും തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ധൃതിയും തിരക്കും വെപ്രാളവും ഒന്നും വേണ്ട. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് 10 ട്രേഡാണ് നിങ്ങൾ ഒരു ദിവസം എടുക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഓരോ ട്രേഡിനും മുൻപ് എൻട്രി സെറ്റപ്പ് കൃത്യമായിട്ട്, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ്, അതായത് റിസ്ക് മാനേജ്മെൻറ്റ്, ഇൻ കേസ് ഒരു പെട്ടെന്ന് സ്പൈക്കൊക്കെ വന്ന് എനിക്ക് അഗേൻസ്റ്റ് പോയി എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ളത് അതിനകത്ത് നോട്ട് ചെയ്യുക. ഇനി ഇതൊന്നും നോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാൾ, എഴുതാൻ ബുദ്ധിമുട്ടാണ്, എഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യലോ എക്സൽ ഷീറ്റിൽ ടൈപ്പ് ചെയ്യലോ പറ്റില്ല. പേന എടുത്ത് കൈകൊണ്ട് എഴുതിയിരിക്കണം. ഇനി നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ആ പേജിനകത്ത് കുറേ വട്ടം വരച്ചിട്ടാൽ മതി. ജസ്റ്റ് ഒരു 10 ലൈനിൽ എന്തെങ്കിലുമൊക്കെ സാപ്പാന്നൊക്കെ എഴുതി ഇങ്ങനെ വെച്ചാൽ മതി. അത് വെച്ചിട്ട് അത് നിങ്ങളുടെ എൻട്രി സെറ്റപ്പ് ആണെന്ന് കരുതിയിട്ട് നിങ്ങൾ പോയാലും ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും. എഴുതാൻ അറിയാത്തവരാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി എല്ലാവരും പോയിട്ട് അവിടെ വട്ടം വരച്ചിടാൻ നിൽക്കണ്ട. ദെൻ കൃത്യമായ റിസ്ക് റിവാർഡിലായിരിക്കണം നിങ്ങൾ പോകുന്നത്. 10 രൂപ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ 15 രൂപ, 10 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. 10 രൂപ നഷ്ടപ്പെടുത്തുമ്പോൾ 10 രൂപ കിട്ടിയതുകൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം 3 ട്രേഡ് എടുക്കുന്നെങ്കിൽ 2 എണ്ണം പോയാൽ 1 എണ്ണം കിട്ടിയാൽ ഒന്നും കാര്യമില്ല. അപ്പോൾ 10 രൂപ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ 11 രൂപ മിനിമം കിട്ടിയിരിക്കണം. 10 രൂപയിൽ കൂടുതൽ കിട്ടിയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. ബ്രോക്കറേജ് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ പ്രോഫിറ്റാണ്, അത് ആരും കൊണ്ടുപോവില്ല. സോ നിങ്ങൾ എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എൻട്രി എടുത്തു, മൊത്തം 10,000 രൂപയാണ് കയ്യിലുള്ളത്, അതൊരു 500 രൂപ പ്രോഫിറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബുക്ക് ചെയ്ത് മാറിക്കൂടെ? എന്താണ് അതിൽ പ്രശ്നമുള്ളത്? നിങ്ങളുടെ ലോസ് പോയാൽ 500 രൂപ പോകും, അല്ലെങ്കിൽ കിട്ടിയ 500 രൂപ കിട്ടും. അപ്പോൾ ബ്രോക്കറേജ് അതിനകത്ത് ഒരു 60 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി 440 രൂപയും നിങ്ങളുടേതാണ്. ആ കാണുന്നത് ബ്രോക്കറേജ് കഴിഞ്ഞുള്ള എല്ലാം നിങ്ങളുടെ പ്രോഫിറ്റാണ്, വേറെ ആരും അതിനകത്ത്. അപ്പോൾ അത് എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ മനസ്സാണ് തീരുമാനിക്കേണ്ടത്. കൃത്യമായ റിസ്ക് റിവാർഡ്, അതായത് നിങ്ങൾ എടുക്കുന്ന പ്രോഫിറ്റ് എത്രയായാലും അവിടെ ഒരു വിഷയമല്ല. പക്ഷേ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറ്, അതായത് നിങ്ങൾ എടുക്കുന്ന റിസ്ക് 10 രൂപയാണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് 11 രൂപ മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ആ റിസ്കിനേക്കാളും കൂടുതലായിരിക്കണം നിങ്ങളുടെ റിവാർഡ്. കൃത്യമായിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ പ്ലാൻ ചെയ്തിരിക്കണം, അതിനനുസരിച്ച് പോയിട്ടുണ്ടായിരിക്കണം. അതൊരിക്കലും ഒഴിവാക്കരുത് എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഈ ലോകത്ത് നമുക്ക് മനുഷ്യർക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാൻ സാധിക്കുക? പക്ഷേ ഇവിടെയുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രസംഗിക്കാൻ ഞാനടക്കം 100 പേരുണ്ടാവും, പറഞ്ഞു തരാനും കുത്താനും അല്ലെങ്കിൽ പുറകുന്ന തോണ്ടാനും അല്ലെങ്കിൽ താങ്ങി വെച്ച് വർത്താനം പറയാനൊക്കെ നിരവധി പേരുണ്ടാവും. പക്ഷേ അതൊക്കെ മറികടന്നിട്ട് ഇത് പ്രവർത്തിച്ച് വിജയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കതിന് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ഉറക്കം നടിക്കുകയാണ്.
ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരോടും പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവാണ്, അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണം എന്ന്. പക്ഷേ നിങ്ങൾ ഉറങ്ങുന്നില്ല, നിങ്ങൾ ഉറങ്ങിയതുപോലെ അവിടെ കിടക്കുകയാണ്. ഈ എല്ലാവരും പുറത്തുനിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ എണീക്കില്ല. കാരണം നിങ്ങളാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ അറിഞ്ഞ് എഴുന്നേൽക്കുകയാണ് വേണ്ടത്, നിങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക. പിന്നെ ഈ ഉത്സവപ്പറമ്പിൽ പോയ കുട്ടികളെ പോലെ ആകരുത്. അതുപോലെ ഈ ചെളിയിലിറങ്ങിയ പോത്തുണ്ടല്ലോ, അതുപോലെയും ആകരുത്. ഇത് രണ്ടിനും ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ? ഉത്സവപ്പറമ്പ് പോയ കുട്ടി, ഇപ്പോൾ ഒരു കുട്ടി ഒറ്റക്കാണ് ഉത്സവപ്പറമ്പ് പോയി കഴിഞ്ഞാൽ ഈ ചന്തയിൽ ടോയ്സൊക്കെ കാണുമ്പോൾ അത് ഒന്നിലേക്ക് നോക്കി ഈ കുട്ടി എങ്ങോട്ടാണ് നടന്നു പോകുന്നതെന്നുള്ള ഒരു ബോധവും അവനുണ്ടാവില്ല. ഒന്ന് കണ്ടു, അതിൻ്റെ അപ്പുറത്ത് നോക്കും, വേറെ ഒന്ന് കണ്ട് അങ്ങോട്ട് പോയി, അവിടെ നിന്ന് അപ്പുറത്തോട്ട് പോയപ്പോൾ ഊഞ്ഞാൽ കണ്ടു, ഊഞ്ഞാലിൻ്റെ പുറകെ പോയി, അവിടെ നിന്ന് കുറച്ചപ്പോൾ പോയി കുറേ കുട്ടികൾ BP വിളിക്കുന്നുണ്ട്, അതിൻ്റെ പുറകെ പോയി, അങ്ങനെ ഒരു ലക്ഷ്യബോധമില്ലാതെ എങ്ങോട്ടൊക്കെയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയാവരുത്. കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. എന്തിനാണ് ട്രേഡിംഗ് ടെർമിനൽ ഓപ്പൺ ചെയ്തത്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, കാശുണ്ടാക്കാനാണ്. ഓക്കെ, ഞാൻ അതിനാണ് വന്നത്, ഇത്ര രൂപയാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്, ഈ രീതിയിൽ പോകണം. ഇനി ചെളിയിലിറങ്ങിയ പോത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഈ പോത്തിന് ഒന്നാമത്തെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് എങ്ങാനും പാടത്ത് ചെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തോട്ട് ആ ചെളിയിൽ കിടക്കും, കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് കിടക്കും. വൈകുന്നേരം ആയാലും അത് കയറി വരില്ല. പിന്നെ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് അടിച്ച് കയറ്റി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരും. അതുപോലെ ട്രേഡിങ്ങിൻ്റെ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ, ഒന്നുകിൽ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്, വാട്ടവർ ദ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് ടെർമിനൽ ക്ലോസ് ചെയ്തിട്ട് അങ്ങ് പോയേക്കണം. പിന്നെ അവിടെ ഇരുന്ന് ഓക്കെ ഇപ്പോൾ നിഫ്റ്റിയിൽ ലോസ് അടിച്ചതിന് ബാങ്ക് നിഫ്റ്റിയിലൊന്ന് നോക്കാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ പറയുക, സൈക്കോളജിയിൽ പ്രശ്നം വരും. കാരണം ഒരു ടെൻഡൻസി വരും നിങ്ങൾക്ക്, ഇതിന്ന് പോയതല്ല, അതിലൊന്ന് ഇട്ട് നോക്കിയാലോ, കിട്ടും എന്ന് മനസ്സിൽ നിന്ന് ആരോ പറയും, കൊണ്ടുപോയി ഇടും, കിട്ടിയതൊക്കെയും പോവുകയും ചെയ്യും. അപ്പോൾ അത് ചെയ്യരുത്. നിങ്ങളുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങി അങ്ങ് പോയേക്കണം. നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ വേറെ ദുനിയാവിൽ ഒരാൾക്കും അത് നിയന്ത്രിക്കാൻ പറ്റില്ല കേട്ടോ. ഈ ലോകത്ത് നിങ്ങൾക്കല്ലാതെ നിങ്ങളെ നിയന്ത്രിക്കാൻ വേറൊരാൾക്കും സാധിക്കില്ല. പലപ്പോഴും നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് എന്താ പറയുക നിയമപാലകർ, പോലീസൊക്കെ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടാവും. അതൊക്കെ അവരുടെ ആ പ്രസൻസിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയി നിങ്ങളുടെ ഇഷ്ടത്തിന് പോകും അല്ലേ. ഇപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുന്ന കുട്ടികളെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ അവർ പാരൻസ് വടിയെടുത്ത് നിൽക്കുമ്പോൾ അവർ നല്ല കുഞ്ഞുങ്ങളായിരിക്കും. പാരൻസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരവരുടെ തനി സ്വഭാവം പുറത്തിറങ്ങും. പക്ഷേ അവിടെയാണ് നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് മറ്റൊരാളുടെ സൂപ്പർവിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ ഒരാൾക്കും നിങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. സോ നിങ്ങൾ സ്വയം തയ്യാറാവുക, നിങ്ങളൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക, നിങ്ങളായിട്ട് അതിന് മുന്നിട്ടിറങ്ങുക നിങ്ങളുടെ വിജയത്തിനായിട്ട്. പക്വതയുള്ള ഒരു ട്രേഡർ, മെച്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആയിരിക്കണം നിങ്ങൾ. ഇത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തമാശയും കളിയൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു ലോട്ടറിയോ ചൂതാട്ടോ ഒന്നുമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജീവിതം കോഞ്ഞാട്ടയായി പോകും. സത്യം പറയാണ്, അതിൽ നെഗറ്റീവ് പറയുന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ വളരെയധികം ബോധമുള്ള, നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, റോഡിലൂടെ ഒരു ആളില്ലാത്ത വഴിയിലൂടെ പോകുമ്പോൾ തന്നെ ഒരാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, കുറേ പട്ടികളുണ്ട് അവിടെ, കടിക്കാതെ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന വഴിയിൽ കയ്യിലൊരു വടിയും ഉണ്ടാവും. വളരെ കെയർഫുള്ളായിട്ടായിരിക്കും പോകുക അല്ലേ. ഏത് സമയത്തും പട്ടിയുടെ കടി കിട്ടുന്നില്ല. അതേപോലെ ഇപ്പോൾ വീട്ടിനകത്ത് എവിടെയെങ്കിലും ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ മൊത്തം അലേർട്ടായിരിക്കും, ഒന്ന് വിജിലൻ്റ് ആയിരിക്കും, എവിടെയോ പാമ്പുണ്ട്, കെയർഫുള്ളായിരിക്കണം. അതേപോലെയാണ് ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ ജീവിതം കോഞ്ഞാട്ടയായി പോകും. ട്രേഡിംഗ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു എന്താ പറയുക, ടൈം പാസിന് ചെയ്യാൻ ഒരു ഗെയിമോ ഒന്നുമല്ല. അതിനകത്ത് പണമാണ് ഇടുന്നത്. പണം ഇട്ടിട്ട് പണം ഉണ്ടാക്കാനാണ് നിങ്ങൾ വന്നത്. പക്ഷേ പണം ഇട്ടിട്ട് നിങ്ങളുടെ അഡിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലഹരി ആസ്വദിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് 100 രൂപ പ്രോഫിറ്റ് കണ്ടിട്ട് ആ 100 രൂപ കളയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളെ നാളെ 1 ലക്ഷം കൊണ്ടുപോയി കളയാൻ ഒരു മടിയില്ലാത്ത ഒരാളായി മാറും. കാരണം 100 രൂപയുടെ നഷ്ടത്തിലൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ലക്ഷങ്ങൾ കൊണ്ടുപോയി കളയാനുള്ള ഒരു ട്രെയിനിങ് ആണ്. അതേസമയത്ത് 100 രൂപ ലാഭം കണ്ടപ്പോൾ നിങ്ങളത് ബുക്ക് ചെയ്ത് നിങ്ങളുടെ കീശയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരാനുള്ള ഒരു ട്രെയിനിങ് ആണ് അത്. സോ നിങ്ങൾ തിരഞ്ഞെടുക്കുക, മറ്റാർക്കും നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ തയ്യാറാവുക, പക്വതയുള്ള ഒരു ട്രേഡർ ആവുക. ഒരിക്കലും എന്താ പറയുക, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും വരില്ല, നിങ്ങളെ നിയന്ത്രിക്കാനും ആരും വരില്ല. നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. സോ ഞാൻ ഇവിടെ പറഞ്ഞത് കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, എന്താ പറയുക, ശരിക്കും നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ രീതിയിൽ ചിന്തിക്കണം, അവർ പ്രവർത്തിക്കണം, അവരുടെ ജീവിതത്തിൽ ഈ പരാജയം അവസാനിപ്പിക്കണം, വിജയത്തിലേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ
ഇവിടെ ഏറ്റവും കൂടുതൽ നാശം ഒരു ട്രേഡറിനെ നശിപ്പിക്കുന്ന, ഒരു ഇൻട്രാഡേ ട്രേഡറിനെ, ഓപ്ഷൻ ട്രേഡറിനെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഓവർ ട്രേഡ് എന്ന ഒരു ക്യാൻസർ. ആ ക്യാൻസറിന് മരുന്നല്ലുള്ളത്. ആ ക്യാൻസറിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളത്, അതിലേക്ക് എത്തിപ്പെടാത്ത ഒരവസ്ഥയിൽ ക്യാൻസറിന് പ്രിക്കോഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നിനേക്കാൾ കൂടുതൽ. ക്യാൻസർ വരാതിരിക്കുക, അതായത് ഓവർ ട്രേഡിലേക്ക് നിങ്ങൾ എത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കുന്നു, എങ്ങനെ എടുക്കുന്നു, എല്ലാം തന്നെ എഴുതി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന്, അതിനെ ബഹുമാനിച്ച് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ പോകും എന്ന് പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ, പകുതി വഴിക്കിട്ടിട്ട് ഇതൊരു തമാശയും കളിയായിട്ട് അത് നടന്നില്ല പിന്നെ ഞാനത് ഒഴിവാക്കി എന്നൊക്കെ പറയുന്ന ആളാണെങ്കിൽ, ഒരു സില്ലി ലേസി ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ റിയലി സോറി, നിങ്ങൾ രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നഷ്ടത്തിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ ചിന്തിച്ചിട്ട് ലാഭത്തിലേക്ക് തന്നെ നിങ്ങൾ കയറി വരണം. വേറെ ഒരാൾക്കും നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ സാധിക്കില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് സീറോ സം ഗെയിം എന്നാണ് പറയുക. ഒരാൾക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രം മറ്റൊരാൾക്ക് ലഭിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണത്. അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ്, നിങ്ങൾക്കെതിരിൽ കളിക്കുന്ന ഒരാൾ, അയാൾ നിങ്ങളെക്കാളും സ്മാർട്ടാണെങ്കിൽ നിങ്ങളുടെ കാശ് അയാളടുത്തേക്ക് പോകും. പക്ഷേ അയാളെക്കാളും ട്രിക്കി, അയാളെക്കാളും സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കാശ് നിങ്ങളുടെ അടുത്തോട്ട് വരും. അപ്പോൾ ആർക്ക് കാശ് കിട്ടണം എന്നല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നുണ്ട്, അത് എത്രത്തോളം മിനിമം എമൗണ്ട് ആയിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ബോധവും കഴിവും നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് വേറെ ആർക്കും കൊണ്ടുവന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുറേ കാര്യങ്ങൾ ചിന്തിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ച് പോകുന്ന ഒട്ടുമിക്ക ട്രേഡേഴ്സും രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോട്ട്ബുക്ക് വെച്ചിട്ട് ആ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് പ്രകാരം പോകുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു മാറ്റം മാജിക്കാണ് കേട്ടോ. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക, തീർച്ചയായിട്ടും സാധിക്കും. സോ നല്ലൊരു പ്രോഫിറ്റബിൾ ദിവസങ്ങൾ വരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.